അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ധാരാളം സുന്നത്ത് കുളികളെ സംബന്ധിച്ചാണ് പറയുന്നത്. സുന്നത്ത് കുളികൾ ഏതെല്ലാമെന്നും മരണ വീട്ടിൽ പോയി വന്നാൽ കുളി സുന്നത്തുണ്ടോ എന്നൊക്കെ പല സംശയങ്ങളുണ്ടാവും. അതിനൊക്കെ നിവാരണമാണ് ഈ പറഞ്ഞത് ക്ലാസ്. ജുമുഅ, 2 പെരുന്നാൾ ദിവസം, ഗ്രഹണ നിസ്കാരം, മഴയെ തേടുന്നതിനുള്ള നിസ്കാരം മുതലായവയ്ക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിച്ചവനും ഭ്രാന്ത് സുഖപ്പെട്ടവനും അബോധാവസ്ഥയിൽ നിന്ന് മുക്തമായവനും കുളിക്കൽ സുന്നത്തുണ്ട്. ഹജ്ജിന് ഇഹ്റാം കെട്ടുക, മക്കയിൽ പ്രവേശിക്കുക, അറഫയിൽ നിൽക്കുക, മശ്അറുൽ ഹറാമിൽ രാപ്പാർക്കുക, ദുൽഹിജ്ജ 11, 12, 13 എന്നീ ദിവസങ്ങളിൽ മിനയിൽ കല്ലെറിയുക, കഅബ തവാഫ് ചെയ്യുക എന്നിവയ്ക്ക് വേണ്ടിയും കുളിക്കൽ സുന്നത്താകുന്നു. ഇതുപോലെ പള്ളിയിൽ പ്രവേശിക്കാനും മദീനയിൽ പ്രവേശിക്കാനും പ്രസംഗ സദസ്സിലേക്ക് പോകുമ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും പഠന സ്ഥലത്തേക്ക് പോകുമ്പോഴും കുളി സുന്നത്താണ്. പ്രായപൂർത്തിയെത്തിയാലും ഇഅ്തികാഫിരിക്കാനും ബാങ്ക് വിളിക്കാനും റമദാനിലെ രാത്രികളിൽ കുളിക്കൽ സുന്നത്തുണ്ട്. ഗുഹ്യസ്ഥാനത്തെ ക്ഷൗരം ചെയ്യുക, തലമുടി കളയുക, കക്ഷരോമം നീക്കുക, മീശ വെട്ടുക എന്നിവയ്ക്കു ശേഷവും കുളിക്കൽ സുന്നത്താണ് എന്ന് കല്ലൂബി 201, 284 പേജുകളിൽ പറയുന്നുണ്ട്. വിയർപ്പ്, പൊടി എന്നിവ കൊണ്ടോ മറ്റു ശരീരം പകർച്ചയായാൽ കുളിക്കൽ സുന്നത്താണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ശറഹുൽ മുഹദ്ദിബ് 2-ാം വോള്യം 203-ലുണ്ട്. ജോലി കഴിഞ്ഞതിന് ശേഷമുള്ള കുളിയും ഇതിൽ പെടുന്നതാണ്. ഇത്തരം കുളികളിൽ നാം പലപ്പോഴും കുളിക്കാറുണ്ടെങ്കിലും സുന്നത്തായ ഒരു ആരാധനയായി അതിനെ കരുതാത്തത് കൊണ്ട് അതിൻ്റെ പുണ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങളിലല്ലാതെ മരണ വീട്ടിൽ പോയത് കൊണ്ട് മാത്രം കുളിക്കൽ സുന്നത്തൊന്നുമില്ല. അമുസ്ലിങ്ങൾ മുസ്ലിമാകുമ്പോഴും കുളിക്കൽ സുന്നത്താണ്. പക്ഷേ അമുസ്ലിമായ കാലത്ത് കുളി നിർബന്ധമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ കുളിക്കൽ നിർബന്ധമാണ്. അവൻ അമുസ്ലിമായ കാലത്ത് അതിനു വേണ്ടി കുളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവന് കുളിക്കൽ നിർബന്ധമാണ്. കുളിയെ സംബന്ധിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.